ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി വിദ്യാർത്ഥി രാജ്യത്തെ ഇവിടെ വാ. എടാ ഇവിടെ വരാൻ. നിന്നെ തന്നെ വാടാ. കളിച്ചു കളിച്ചും കേറി കളിക്ക. എടാ എന്തുവാടാ ഇത്? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം. അവന്മാരെല്ലാം ഇരിക്കാൻ പറ. സാറേ സാറ് ഇതിൽ ഇടപെടരുത്. ഇത് വിദ്യാർത്ഥികളുടെ അഭിമാന പ്രശ്നമാണ്. ഈ പത്രം കയറി വെച്ച് പോകെ തന്നെ കാണിക്കുന്നു. സാറ് വായിച്ചില്ലേ 5 നിരപരാധികളാണ് സസ്പെൻഷനിലായത്. നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ച്? ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? പോടാ ഞാൻ സാറോട് സംസാരിച്ചോളാം. ആ കേട്ടോ അജിത്തെ, താനിപ്പം ഷൈൻ ചെയ്ത് നിൽക്കുക. ഇനി ഇത് വഷളാക്കരുത്. വഷളാക്കിയ എന്റെ സ്വഭാവം മാറും. എന്റെ സ്വഭാവം മാറിയാൽ താൻ മാറും. അറിയാമല്ലോ, എല്ലാവരെയും ഞാൻ വലിച്ചിട്ട് ചവിട്ടും. അതിൽ ആദ്യത്തെ ചവിട്ട് നിനക്കിട്ടായിരിക്കും. അല്ല സാറേ അതിപ്പോ നീ ഒന്നും പറയണ്ട. ഞാൻ ചാക്കോച്ചനെ കടന്ന് സംസാരിക്കട്ടെ. നീ ഉമാരെ നിർത്തിക്കേ. ആ ചെല്ലു ചെല്ലു ചെല്ലു. സാറ് നമ്മുടെ ആളാണ്. സാർ എന്നോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. സാർ നമ്മുടെ സ്വന്തം ആളാണ്. നമ്മുടെ സ്വന്തം ആള്. അതെ, നിങ്ങൾ ഇരിക്ക. നമുക്ക് എല്ലാവർക്കും ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കാം. ഇരിക്ക. ചാക്കോച്ചന്റെ ഗുണ്ടായുസം, ചാക്കോച്ചന്റെ ഗുണ്ടായുസം. തുളസിയെ തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല. വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല. വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല. ചാക്കോച്ചന്റെ ഗുണ്ടായുസം, ചാക്കോച്ചന്റെ ഗുണ്ടായുസം. മലയാള ഭൂമി. പിന്നെ ഞാനങ്ങ് അകത്തേക്ക് പോവുക. അതിനിടയ്ക്ക് പ്ലേറ്റ് മാറ്റരുത്. മനസ്സിലായില്ലേ? സാറ് ധൈര്യമായിട്ട് പോയിട്ട് വാ. പക്ഷെ ഞങ്ങൾ 5-6 മുദ്രാവാക്യം. ആ മുദ്രാവാക്യം വിളിക്കുന്നത് കൊള്ളാം. അതിനൊക്കെ ഒരു താളവും ലയോ ഒക്കെ വേണം. ഒരുമാതിരി ഓരി ഇടുന്ന പോലെ ആവരുത്. മനസ്സിലായില്ലേ? അവന്മാരൊന്നും ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷെ വിശ്വസിക്കാൻ കൊള്ളില്ല. കള്ള കഴിവറന്മാർ. എന്തെങ്കിലും വെള്ളം ഉണ്ടായി തന്നെ ഒന്നും ചെയ്യണ്ട. ഒന്ന് വരട്ടി വിട്ടാ മതി. ഞാൻ മുകളിലുണ്ട്. ആ നല്ല ഒന്നാം തരം 2 കോലങ്ങള്. എന്തിനാണ് ഇത് കത്തിച്ച് കളയുന്നത്? പോലീസിന്റെ ഗുണ്ടായുസം, പോലീസിന്റെ ഗുണ്ടായുസം. പ്രതാപ് സാർക്ക്, പ്രതാപ് സാർക്ക്. മലയാള ഭൂമി. ചാക്കോച്ചന്റെ ഗുണ്ടായുസം. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല. വിദ്യാർത്ഥി സമരം തോറ്റിട്ടില്ല. ഇതെന്തോ ഇടപാടാ? അല്ല എനിക്ക് അറിയാൻ വയ്യാന്ന് ചോദിക്കുക. നിങ്ങളൊക്കെ 2-3 ജനറേഷനായിട്ട് പത്രപ്രവർത്തനം നടത്തുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പകരു വേണ്ടേ? ഒരുമാതിരി പോക്കരുതരങ്ങ. ഞാൻ എന്നെ വീട്ടിൽ പോയിരുന്നതാ. അമ്മയെ കണ്ട് ദിവസം എത്രയാ മതി. അല്ല കാക്കി ഉടുപ്പിട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചത് അച്ഛനെ അമ്മയൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന്. ആ വാ. ഇരിക്കെ. എന്തു വേണേ പറഞ്ഞു. പ്രതാപന്റെ തലവട്ടം കണ്ടതിന് ശേഷമാ എന്റെ ശ്വാസം നേരെ വീണു. ആ ശ്വാസം നേരെ വീഴേണ്ട കാര്യമൊന്നുമില്ല. വിലങ്ങി തന്നെ ഇരുന്നോട്ടെ. അവന്മാർ തൽക്കാലത്തേക്കൊന്നും ഒതുങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ആശുപത്രി കിടക്കുന്ന പയ്യനുണ്ടല്ലോ, അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. ആ പയ്യൻ എങ്ങനെയുണ്ട്? അവന്റെ കാര്യം പോക്ക. ബൈ ദ വേ, ആരായി തുളസി? താൻ തന്നെ വല്ല കള്ളപ്പേരും വെച്ച് എഴുതുന്നായിരിക്കും അല്ലേ? അയ്യോ ഞാനല്ല. ഉഷ എന്ന ആ കുട്ടിയുടെ ശരിയായ പേര്. തുളസി എന്നുള്ളത് തുലിയാനാമമാണ്. അല്ല, താൻ എഴുതിയതല്ലെന്ന് വായിച്ചപ്പോഴേ മനസ്സിലായി. തനിക്ക് സാഹിത്യം പരിസരത്തൂടെ പോയിട്ടില്ലല്ലോ. പക്ഷെ അസല് റൈറ്റിംഗ്, ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്. ഇപ്പൊ ഇതിൽ തന്നെ ആ പ്രകൃതിയും മനുഷ്യനും മയക്കുമരുന്നും ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഒരുമാതിരി കവിത പോലെ അങ്ങനെ സോ ഫ്ലുവന്റ് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. അതെന്തുവാട്ടെ, താനല്ലേ ചീഫ് എഡിറ്റർ. പിള്ളേര് വല്ല വീഡിയോ മറ്റോ വലിച്ചെന്ന് കരുതി ഇങ്ങനെ കണ്ണുമൂക്കില്ലാതെ എഴുതിയാലോ? അതും വിത്ത് ഫോട്ടോസ്. അയ്യോ, പ്രതാപം വിചാരിക്കുന്നത് പോലെ ഇത് വെറും ഒരു ബീഡി പ്രശ്നമല്ല. ഇതൊരു ആഗോള പ്രതിഭാസമാണ്. ആഗോള ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ചൊറിഞ്ഞു വരുന്നു. ചപ്പാ വിദ്യാർത്ഥി ഐക്യം.
എന്റെ ഗുണ്ടായിസം. തുളസിയെ, ഞാൻ ജയിക്കും. അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആ കുട്ടിക്ക് അങ്ങനെ ആരുമില്ല. ഫാദർ സബാസ്റ്റിനും ഞാനും കൂടിയായി ഇവനെ പഠിപ്പിക്കുന്നു. പഠിക്കാൻ വളരെ മിടുക്കനുമാണ്. റാങ്ക് സ്റ്റുഡന്റാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ബ്ലഡിൽ കയറിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ഹീസ് ഓൾമോസ്റ്റ് തിങ്കിങ്. ആരായി തുളസി? അല്ല, ഉഷ മലയാള ഭൂമിയിലെ അവരിവിടെയല്ലേ താമസം? അതെ. അവരൊന്ന് വിളിക്കും. എന്താ സർ പ്രശ്നം? പ്രശ്നമൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം. നിങ്ങൾ അവരൊന്ന് വിളിക്കണം. ഈ പ്രശ്നം ഇവരോട് പറയാത്ത കുഴപ്പം കൂടെ ഉള്ളൂ. തുളസി, ഉഷ, തുളസി എന്ന ഉഷ അല്ലേ? അതെ. ഈ തുളസി തുളസി എന്ന് കേട്ടപ്പോ ഞാൻ കരുതിയത് കുറച്ച് പ്രായമൊക്കെ ഉള്ള നമ്മുടെ ഈ സുഗതകുമാരുടെയും മാധവക്കുട്ടിയുടെ ഒക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കക്ഷിയായിരിക്കുന്ന. ബട്ട് യു ആർ സോ ക്യൂട്ട് ആൻഡ് യങ്. ലേഖനത്തെ കുറിച്ച് ചോദിക്കാമെന്നായിരുന്നു. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്നങ്ങോട്ട് വരുമോ? ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. എന്റെ പേര് പ്രതാപൻ. ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ വളരെ ഷാർപ്പാണ്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡും ഷാർപ്പ്നെസ്സും നിങ്ങളുടെ റൈറ്റിംഗ്സിലും കാണാം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ എഴുതിയ ഒരു ലേഖനത്തിൽ സെന്റൻസ് ഉണ്ടല്ലോ, കലാലയത്തിലെ ചോലമരങ്ങളുടെ തണലിൽ പ്രഭാത സൂര്യന്റെ ആദ്യകരണങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുന്ന മയക്കം ഉണരുകയായി. വളരുന്ന ഈ തലമുറയുടെ വാക്കിലും നോക്കിലും ബുദ്ധിയിലും സുതാര്യമല്ലാത്ത നിഴൽ വിരിക്കുന്ന മയക്കം. ഭാഷ കൊള്ളാമെങ്കിലും ഇന്നത്തെ പത്രത്തിൽ വന്ന ആ സബ്ജക്ട് ഉണ്ടല്ലോ, അത് മഹാഭോക്രത്തിലായി പോയി. കണ്ണി കണ്ടതൊക്കെ എഴുതി വിട്ടിട്ട് അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെ പറ്റി നിങ്ങൾ ആലോചിക്കാത്തത്? വെറുതെ ബാക്കിയുള്ള മെനക്കെടുത്താൻ. ഇപ്പൊ കണ്ടില്ലേ എഴുത്തിന്റെ ഗുണം? ഒരുത്തൻ ചാകാറായി ആശുപത്രി കിടക്കുന്നു, കോളേജിൽ സമരം, അവന്മാര് തീവപ്പം ബന്ധം കൊടുത്ത് പ്രകടനം കേട്ട് പത്ര ഓഫീസിന് മുമ്പിൽ. ഞാനിതിന്റെ അമ്മയെ കാണായിരുന്നതാ. പത്രത്തിൽ പേരടിച്ചു വരിക, കുറെ ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാകുക, എന്നെ പോലുള്ള കുറെ മണ്ടന്മാരെ ആരാധകരായി കിട്ടുക, അതൊക്കെ ഒരു രസമാണല്ലോ. രസിച്ചോ. സാർ, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഞാൻ ഫീച്ചർ എഴുതിയത്. വേദന ഉണ്ട്. ആ കുട്ടികൾ നശിക്കുന്നതിനുള്ള വേദന ഉണ്ട്. ട്രക്ക് അടിച്ചിനെ അപമാനിക്കാൻ എഴുതിയതല്ല. കഴിയുമെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് ഇങ്ങനൊരു സൈഡ് എഫക്ട് വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല. എവിടെ ഉഷയുടെ വീട്? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് എവിടെ? ഹൈസ്കൂളിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്തോടെ ഇത്തിരി ഉള്ളിലോട്ട് പോകണം. ഭാരതപ്പുഴയുടെ തീരത്ത് എന്ന് പറയുമ്പോ വാരമാഷ വീടിനടുത്താണോ? കൃഷ്ണവാര്യരെ? എന്റെ അച്ഛനാ. അല്ല, ഞാനിപ്പോ ഇതെന്തിനാ കളഞ്ഞത്? വാരമാഷ ഇവിടെ ഇല്ലല്ലോ. പഴയ ചൂഴൽ കഷായത്തിന്റെ ഓർമ്മയാ. കുട്ടിക്ക് നേരത്തെ പറഞ്ഞുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എങ്ങനെ ഓർക്കാനാ? കുട്ടിയൊന്ന് തീരെ ചെറുപ്പമാ. ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്.
വാരമാഷ ശിഷ്യൻ. എന്റെ അച്ഛനും തഹസിൽദാരായിരുന്നു ഒറ്റപ്പാലം. മാഷിപ്പ് എങ്ങനെ കവിത ഒക്കെ? എഴുതാറുണ്ട്. പബ്ലിഷ് ചെയ്യാനൊന്നും പുള്ളി കൊടുക്കാറില്ല. ആ, പോപ്പുലാരിറ്റി പണ്ടും പുള്ളിക്ക് ഇഷ്ടമല്ല. അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഇവിടെ എന്തൊക്കെ ബഹളം നടന്നേനെ. ഇനി വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനോട് എന്നെ പരിചയപ്പെട്ടു എന്ന് പറയണം. എന്റെ പേര് പറയുമ്പോ മഹാകവി കാളിദാസൻ എന്ന് പറയണം. ജ്ഞാനകാലത്തിലെ പൊട്ട കവിതകളൊക്കെ എഴുതുമായിരുന്നു. മാഷ തന്നെ ഇട്ട പേരാ. മാഷ കണ്ടിട്ട് ഇപ്പോ ഒരുപാട് കാലമായി. ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരാം. ആ, പിന്നൊരു കാര്യം, പിള്ളേരാകെ വയലന്റ് ആയിരിക്കുക. എന്തൊക്കെയാ എപ്പോഴാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ഉഷ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ കുഴപ്പമാവും. പേടിക്കാനൊന്നുമില്ല. ഒരാഴ്ച വീട്ടിൽ പോയി നിന്നാ മതി. ചാക്കോച്ചോണ്ട് ഞാൻ പറഞ്ഞോളാം. ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ ബഹളമൊക്കെ അങ്ങ് ഒതുങ്ങും. കഴിയുന്ന നേരത്തെ പോകുന്ന നല്ലത്. പറ്റുമെങ്കിൽ രാവിലത്തെ വണ്ടിക്ക്. ഞാൻ പോട്ടെ. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലെ? ആ, ഹി വിൽ ബി ഓൾ റൈറ്റ്. പേടിക്കാനൊന്നുമില്ല. ഞാൻ പറ്റേ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. തുളസിയല്ലേ? ഏകദേശം ഒരു മുഖലക്ഷണം കണ്ട് ചോദിച്ചാ. ചേച്ചിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലേ? അല്ല, ഞങ്ങളിപ്പോ ഹോസ്റ്റലിൽ പോയിട്ട് വരിക. ഞങ്ങളിപ്പോ വന്നത് എന്താന്ന് വെച്ചാ ജോർജ് കുട്ടി. ജോർജ് കുട്ടി? ഒന്നുമില്ല, ഹീസ് ഓക്കെ. ബോധം വീണു. ബോധം വീണതും ചേച്ചിയാണ് അന്വേഷിച്ചത്. എന്നെയോ? ആ, ചേച്ചിയെ. ഒറ്റപ്പാലത്തല്ലേ ചേച്ചിയുടെ വീട്? അതിനടുത്ത് എവിടെയോ അവന്റെയും വീട്. ചേച്ചി അറിയാമെന്നാ പറയുന്നത്. ചേച്ചി മാത്രല്ല, ചേച്ചിയുടെ അച്ഛനെ അറിയാം. അല്ല, നേരെ കാണുമ്പോ ചിലപ്പോ ചേച്ചി കളയെ മനസ്സിലാവും. വരൂ. ആ, വരുന്നേ. പ്ലീസ് വരൂ. പ്ലീസ്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വരൂ. വരാം. ഞാൻ നടന്നു വന്നോളാം. അല്ല, ഞങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലീസ് വരൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. കയറും. കയറൂ. ചേച്ചി എവിടെ പോന്നിക്കായിരുന്നു? വീട്ടിലൊന്ന് പോയി വരാമെന്ന് കരുതി. ഇവിടുന്ന് എത്ര സമയം എടുക്കും ഒറ്റപ്പാലത്തേക്ക്? ഒരു 4-5 മണിക്കൂർ എടുക്കും. ആ, ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിന് അടുത്താണോ ചേച്ചിയുടെ വീട്? കുറച്ചുള്ളിലോട്ട് പോണം. ഭാരതപ്പുഴയുടെ തീരത്തൂടെ. ആ. വീട്ടിൽ അച്ഛൻ ഒഴിച്ച് മറ്റാരൊക്കെ ഉണ്ട് ചേച്ചിക്ക്? ഒരു അനിയത്തി കൂടുണ്ട്. ഹോസ്പിറ്റൽ കഴിഞ്ഞില്ല. അവിടെ കയറണ്ടേ? നിങ്ങൾ എവിടെ പോകുന്നു? നിന്റെ അമ്മയുടെ അങ്ങോട്ട് വരുന്നില്ലേ? നിന്റെ